മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലയും നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. പ്രേക്ഷകരെ, കാഴ്ചയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലെത്തിച്ച കിന്നര കൈലാസ യാത്ര നിങ്ങളെ വല്ലാതെ ഭ്രമിപ്പിച്ചു കളഞ്ഞു എന്നറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഓരോരുത്തരും ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് നടന്നെത്താൻ പറ്റാത്ത, അനുഭവിച്ചറിയാൻ സാധിക്കാത്ത കാഴ്ചകൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്ന എന്ന് പറഞ്ഞ് നന്ദി അറിയിച്ച ആ സ്നേഹം ഞങ്ങളോടൊപ്പം പങ്കുവച്ച എല്ലാവർക്കും നന്ദി. അതിമനോഹരമായ ഇനി ഹിമാലയ സമതല കാഴ്ചകളാണ്. ഹിമാലയത്തിൻ്റെ സമതലത്തിലുമുണ്ട് ഭംഗി, ഓരോ ഗ്രാമങ്ങൾക്കുമുണ്ട് ഭംഗി. മഞ്ഞുമൂടിയ അന്തരീക്ഷവും തണുത്ത ആ കാറ്റുമൊന്നുമല്ലാതെ നമ്മൾ അനുഭവിക്കാത്ത സുഖങ്ങളിലൂടെ, നമ്മൾ അനുഭവിക്കാത്ത യാത്രകളിലൂടെ. സ്വാഗതം. ശ്രീ ഹരി കല്ലമ്പള്ളിയും അഖിൽ കല്ലമ്പള്ളിയും ഒക്കെ ചേർന്നായിരുന്നു യാത്ര. അവരായിരുന്നു യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്തിച്ചേർന്നത്. മറ്റുള്ളവരും യാത്രക്കാരായിരുന്നു. അവരെ കൊണ്ട് എത്തുന്ന വരെ അവരെത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ സമതലങ്ങൾ പോലും വളരെ നമ്മളിവിടെ കാണുന്ന സമതലങ്ങളൊന്നുമല്ല. ഉയർച്ചയും താഴ്ചയും അവിടെ ഉണ്ട്. പക്ഷേ കാഴ്ചയുടെ ഭംഗി അവിടെ വളരെ വ്യത്യസ്തമാണ്. ആ കാഴ്ചയുടെ ഭംഗി അറിഞ്ഞവർ പറയട്ടെ, അല്ലേ? അങ്ങനെ കിന്നര കൈലാസ യാത്ര കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റിക്കോങ്പിയോയിൽ എത്തിച്ചേർന്നു. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ യാത്രയായത് കൽപ്പ എന്ന് പറയുന്ന ഈ റിക്കോങ്പിയോയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മുകൾ ഭാഗത്തുള്ള കൽപ്പ എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. അന്ന് അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോവുകയുണ്ടായി. അവിടെ കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധ മൊണാസ്ട്രി ഉണ്ട്. അത് കൂടാതെ അവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ പരദേവതയായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഒരു ശിവന്റെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ആദ്യം പോയി കണ്ടു. അതിനുശേഷം ആ ക്ഷേത്രത്തിലെ കണ്ട കാഴ്ചകൾ എന്ന് വെച്ചാൽ അവിടുത്തെ ഗോപുരത്തിൽ ചെന്ന് കയറുമ്പോൾ ഉള്ള ഗോപുരത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ദേവദാരു വൃക്ഷത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ വ്യാളി മുഖം പോലെയുള്ള ധാരാളം കൊത്തുപണികൾ അവിടുത്തെ ക്ഷേത്ര ഗോപുരത്തിൽ കണ്ടു.
പിന്നീട് ഞങ്ങൾ പോയത് മൊണാസ്ട്രി, ബുദ്ധ മൊണാസ്ട്രി പോയി കണ്ടു. അത് ഇതിനു മുമ്പും ധാരാളം കാണുകയുണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ചും മൊണാസ്ട്രികൾ. അതിനുശേഷം തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ച് ഞങ്ങൾ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അപ്പുറം കാണുന്ന വലിയ മഞ്ഞ് പർവ്വതങ്ങളും അതുപോലെ തന്നെ ഈ ബുദ്ധ മൊണാസ്ട്രിയും മൂടി നിൽക്കുന്ന, അതിന് മുകൾ ഭാഗത്തു കൂടി മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ മഴവില്ല് കാണാൻ സാധിച്ചു. ഞങ്ങൾ ഇതുപോലെയുള്ള യാത്രകളിൽ മഴവില്ലുകൾ ധാരാളമായിട്ട് കാണാറുണ്ട്. എങ്കിലും ഇത്രയും ഏരിയ കവർ ചെയ്ത് ഇത്രയും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മഴവില്ല് ആദ്യമായിട്ടാണ് കാണാൻ സാധിച്ചത്. കൽപ്പയിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒരു 3:30-4 മണിയോട് കൂടിയിട്ട് നേരെ അവിടെ നിന്ന് 5 കിലോമീറ്റർ മുകളിലേക്ക് ഒരു ട്രക്കിംഗ്. അങ്ങോട്ട് വണ്ടി പോവില്ല. അവിടെ നിന്ന് നേരെ ഒരു 5 കിലോമീറ്റർ മുകളിലേക്ക് രോധി എന്ന് പറയുന്ന ഒരു വില്ലേജ്, ഒരു ഗ്രാമം മുകളിലുണ്ട്. അത് കാണാനായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഊട്ടി പോയാലും കൊടൈക്കനാൽ പോയാലും സൂയിസൈഡ് പോയിന്റ് എന്ന് പറയാറുണ്ടല്ലോ. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 10 സൂയിസൈഡ് പോയിന്റ് എങ്കിലും ഈ യാത്രക്കിടയിൽ കാണാൻ സാധിച്ചു, ഈ 5 കിലോമീറ്ററിനിടയ്ക്ക്. അത്രയും വലിപ്പമുള്ള വലിയ മഹാപർവ്വതങ്ങളുടെ ഒരു ചെരുവിൽ കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. നേരെ കിലോമീറ്റർ വെച്ചാൽ ഒരുപാട് കിലോമീറ്റർ കണക്കിന് താഴെ സത്ലജ് നദി ഇങ്ങനെ ഒഴുകുന്ന, നൂല് പോലെ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഈ പോകുന്ന വഴിക്ക് കാണാനുള്ളത്. അതുകൂടാതെ ആപ്പിള്, അക്രൂട്ട്, അതുപോലെ തന്നെ പ്ലം, അങ്ങനെയുള്ള ആപ്രിക്കോട്ട്, മൾബറി മുതലായിട്ടുള്ള പഴങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ പഴങ്ങൾ ധാരാളമായിട്ട്, ഇതിൻ്റെയൊക്കെ മരങ്ങൾ ധാരാളമായിട്ട് ഈ 5 കിലോമീറ്ററിനിടയ്ക്ക് ധാരാളമായി കാണാൻ സാധിച്ചു. രോധി വില്ലേജിലെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അതിഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രം. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അത് മാത്രമല്ല, കുറച്ച് പ്രത്യേകതകളും. നാരായൺജി മന്ദിർ എന്നാണ് ആ ഗ്രാമദേവതയായിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ ആ ദേവന് അവന് പേര് പറഞ്ഞു കേട്ടത്. നാരായൺജി മന്ദിർ എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്.
അവിടെ കാണാനുള്ളത്, അവിടെ ആ ശ്രീകോവിലകത്ത് തന്നെ ദേവനെ എല്ലാ വർഷവും എഴുന്നള്ളിക്കുന്ന ഒരു പല്ലക്ക് കാണാൻ സാധിച്ചു. പിന്നീട് അവിടെ പഴയ കാലത്തെ ചില വാദ്യോപകരണങ്ങൾ, പെരുമ്പറ, കൊമ്പ് മുതലായിട്ടുള്ള വാദ്യോപകരണങ്ങൾ ആ ക്ഷേത്രത്തിന് മുമ്പിൽ കാണാൻ സാധിച്ചു. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാഴ്ചയും ഞങ്ങൾ അവിടെ കണ്ടു. താഴത്തേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്, ഒരാൾക്ക് കഷ്ടിച്ചകത്ത് കയറിയിരിക്കാൻ പാകത്തിന് മരത്തിന്റെ 4 കാലിൽ നിർത്തിയിരിക്കുന്ന ഒരു കൂട് അവിടെ കണ്ടു. അതിന് താഴെയായിട്ട് ഒരു ചക്രം, ആട്ട പൊടിക്കുന്ന ഒരു യന്ത്രമാണ് അത് എന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനം ഒരാൾ വിശദീകരിച്ചു തന്നു, ഒരു ഗ്രാമവാസി. മലമുകളിൽ നിന്ന് വെള്ളം വരുമ്പോൾ അത് ഈ ചക്രത്തിൽ വന്ന് വീഴുകയും ഈ ചക്രം കറങ്ങുകയും അകത്ത് ഇതുപോലെ തന്നെ ഒരു തിരികല്ല് ഇതോടൊപ്പം കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഗ്രാമവാസികൾ ഗോതമ്പ് അതിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പൊടിഞ്ഞു മാറുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവർത്തന രീതി ഇപ്രാവശ്യം കാണാൻ സാധിച്ചു. എന്നിരുന്നാലും മനുഷ്യൻ്റെ മനസ്സിൽ അന്നും എഞ്ചിനീയറിംഗ് അല്ലെ ശാസ്ത്രത്തിലേക്കൊരു യാത്ര അവൻ്റെ മനസ്സിൽ അന്നേ തീരുമാനിച്ചിരുന്നു അല്ലേ. അതാ ഈ കണ്ടില്ലേ, വെള്ളം ഒഴുകി വരുന്നു, അതിൻ്റെ ഫോഴ്സിനനുസരിച്ച് കറങ്ങുന്ന ഒരു ചക്രം, അതിൽ നിന്ന് വരുമ്പോൾ അവിടെ ഗോതമ്പിട്ട് കൊടുക്കുക, അപ്പോൾ കറങ്ങുന്ന 2 കല്ലുകൾ തമ്മിൽ ചേർത്ത് എറിയുന്നു, പൊടിയായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് അല്ലെ അതൊക്കെ അന്ന് തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് ഒരു വളരെ എളുപ്പമായ രീതിയിൽ നമ്മുടെ പ്രവൃത്തികളെ മാറ്റുക, കർമ്മങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയ ബോധം അന്നും ഉണ്ടായിരുന്നു. അവിടുത്തെ ക്ഷേത്ര ദർശനവും ഈ ആട്ട പൊടിക്കുന്ന യന്ത്രം ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം മുകളിലേക്ക് കയറി ആദ്യം ഞങ്ങൾ ആ മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഈ കാഴ്ച കണ്ടെങ്കിലും എന്താണത് കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ചെടികൾ റോഡ് സൈഡിന്റെ ഇരുവശവും ധാരാളമായിട്ട് വളർന്നു നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താണെന്ന് അവിടെ ചെന്നൊരു ഗ്രാമവാസിയോട് അന്വേഷിച്ചപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത്.
ഒരിടത്തും കാണാൻ ഇവിടെയെങ്കിലും നമുക്ക് കണി കാണാൻ പോലും കിട്ടാത്ത, അല്ലെങ്കിൽ കണി കണ്ടാൽ തന്നെ കേസും കൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുന്ന കഞ്ചാവ് അവിടെ റോഡിന് ഇരുവശവും ധാരാളമായിട്ട്, ഇവിടെയൊക്കെ സാധാരണ പുല്ല് വളർന്നു നിൽക്കുന്നത് പോലെ വളരെയധികം കാണാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ഉള്ള യാത്രകളിൽ മുഴുവൻ റോഡിന് ഇരുവശവും ഹിമാചൽ പ്രദേശിന്റെ റോഡുകൾ കൂടി പോകുമ്പോൾ റോഡിന് ഇരുവശവും ട്രക്കിംഗ് യാത്രക്കിടയ്ക്കും എന്നുവെച്ചാൽ നടന്നു പോകുന്ന യാത്രക്കിടയ്ക്കും ധാരാളമായിട്ട് കാണാൻ സാധിച്ചു ഈ കഞ്ചാവ് ചെടി ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്നത്. അതൊരു അത്യപൂർവമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഇതുവരെ ഇനിയിപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നറിയാൻ വയ്യ, ഇതുവരെ ഇതിനു മുമ്പ് ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടില്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് പഴയ കാലത്തെ ദ്രവിച്ചു തുടങ്ങിയ പഴയ കെട്ടിടങ്ങളും അതിനടുത്ത് തന്നെ ആ കെട്ടിടത്തിന്റെ സൈഡിലും താഴെയും ഒക്കെ ആയിട്ട് അവിടെ വളരുന്ന പുതിയ തലമുറയും കാണാൻ സാധിച്ചു. പിന്നീട് അവിടുന്ന് അടുത്ത ദിവസത്തെ യാത്ര നേരെ ചിത്കുൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു കൽപ്പയിൽ നിന്ന്.
ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അലൈവ് ലിക്വിഡ് ഷെഫ്നർ. Be alive with Alive. വർണ്ണവസ്ത്രങ്ങൾക്കും വെള്ളവസ്ത്രങ്ങൾക്കും ലോകത്തിലെ നമ്പർ 1 ലിക്വിഡ് ഷെഫ്നർ അലൈവ് ലിക്വിഡ് ഷെഫ്നർ. ചിത്കുൾ എന്ന് പറഞ്ഞാൽ അതിന് ചിത്കുളിന്റെ പ്രത്യേകത ഇന്ത്യ ചൈന ബോർഡർ ആയിട്ടുള്ള ഗ്രാമമാണ്. അതിന്റെ ബോർഡറിലുള്ള ഗ്രാമമാണ്. അവിടുന്ന് ഏകദേശം 56 കിലോമീറ്റർ ആണ് ചൈന ബോർഡറിലേക്കുള്ളത്. ഈ ചിത്കുൾ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ലാസ്റ്റ് വില്ലേജ് ആണ് അത് ഇന്ത്യയിലെ. ഗംഗോത്രി ധാമിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ബാസ്പ എന്ന പേരുള്ള നദിയുടെ കരയിലാണ് ഈ ചിത്കുൾ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമഭംഗി എന്നൊക്കെ നമ്മളിവിടെ പറയുമ്പോൾ ഗ്രാമഭംഗി മുഴുവൻ ഇങ്ങനെ പച്ചപ്പാടങ്ങളും പച്ചയോലകളും അങ്ങനെ തെങ്ങോലകളും എല്ലാം ചേർന്നല്ലേ. ഇവിടുത്തെ ഗ്രാമഭംഗിക്ക് ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ഊർജ്ജം കുറവുണ്ട് നമ്മൾ കാണുമ്പോൾ. കാരണം വെച്ചാൽ വളരെയധികം മരവിച്ച ഒരവസ്ഥ, നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ, പക്ഷേ ഇവിടെ സംസ്കാരം, നല്ല കലയും സംസ്കാരവും ഏത് ഗ്രാമത്തിനെയും ഭംഗിയാക്കുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണെങ്കിലും കാണുമ്പോൾ ഒരു ലാളിത്യം നമുക്ക് ഫീൽ ചെയ്യും. അന്ന് വൈകിട്ട് ഞങ്ങൾ ഈ ചിത്കുൾ ഗ്രാമത്തിൽ നിന്നും ബാസ്പ നദിയുടെ കരയിൽ കൂടി ഒരു 5 കിലോമീറ്റർ അപ്പുറം ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പ് കാണാനായിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയിട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു.
ഒരു 7 മണിയൊക്കെ ഇരുട്ട് വീഴുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അന്ന് തിരിച്ചെത്തിയത്. പോകുന്ന വഴിക്കുള്ള നദിയുടെ കാഴ്ചകളും കുറച്ച് മുകളിലേക്ക് കയറിയാൽ നേരെ താഴത്തേക്ക് നോക്കിയാൽ ചിത്കുൾ ഗ്രാമത്തിൻ്റെ കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. ചിത്കുളിൽ നിന്ന് ഞങ്ങൾ പിന്നീട് യാത്രയായത് സാംഗ്ല എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിലേക്കായിരുന്നു. അവിടെ ചെന്ന് അവിടെ കാണാനുണ്ടായിരുന്ന കമരു ഫോർട്ട്, അങ്ങനെ ഒരു ചെറിയൊരു കോട്ട, മുകളിലേക്കൊരു 4 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കമരു ഫോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് ചെറിയൊരു ക്ഷേത്രം കണ്ടു. ആ ക്ഷേത്രം കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഗ്രാമത്തിൻ്റെ ഇടുങ്ങിയ വഴികളിൽ കൂടി നേരെ മുകളിലേക്കെത്തി. അവിടെ കമരു ഫോർട്ടിലേക്ക് കടക്കാൻ സാധിക്കില്ല. ആ കമരു ഫോർട്ടിലേക്ക് കയറുന്ന ആ കവാടം ഒരുപാട് 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പൂട്ടുകൊണ്ട് അത് പൂട്ടിയിരിക്കുകയാണ് ആ കവാടം. കമരു ഫോർട്ടിൻ്റെ താഴെയുള്ള മറ്റ് കാഴ്ചകൾ, അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെയുണ്ട്. അതിനു മുമ്പിലായിട്ടുള്ള വലിയ പെരുമ്പറ, വലിയ വാദ്യോപകരണങ്ങളായിട്ടുള്ള കൊമ്പ്, കുഴല്, വലിയ പെരുമ്പറ, ഇതൊക്കെ കാണാൻ സാധിച്ചു.
കമുര ഫോർട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി സാങ്കളയിൽ തന്നെയുള്ള അവിടുത്തെ പരദേവതയായിട്ടുള്ള ഒരു നാഗരാജ ക്ഷേത്രം പോയി കണ്ടു. പിന്നീട് ഒരു ബുദ്ധ മൊണാസ്ട്രി, സാമാന്യം അധികം വലിപ്പമില്ല എങ്കിലും കാഴ്ച ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളുള്ള ചെറിയൊരു മൊണാസ്ട്രി അവിടെ കണ്ടു. പിന്നീട് ഇത്തവണ ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും അവസാന കാഴ്ചയായ രാംപൂരിനടുത്തുള്ള സറാഹൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഭീം കാളി മന്ദിർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കായിരുന്നു ഏറ്റവും അവസാനത്തെ യാത്ര. അങ്ങനെ ഞങ്ങൾ യാത്ര പൂർത്തിയാക്കിയത് രാംപൂരിനടുത്തുള്ള സറാഹൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഭീം കാളി മന്ദിർ എന്ന് പറയുന്ന ക്ഷേത്ര ദർശനത്തോടു കൂടിയായിരുന്നു. അവിടെ കാണാനുണ്ടായിരുന്നത് വെള്ളിയിൽ തീർത്ത 2 ഗോപുരവാതിലുകളായിരുന്നു. വെള്ളിയിൽ തീർത്ത അനവധി കൊത്തുപണികൾ ആ വാതിലിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു.
മുമ്പിലെ പൂന്തോട്ടവും മഞ്ഞ് പൊതച്ചു നിൽക്കുന്ന ഭീംകാളി മന്ദിർ, കാളി ക്ഷേത്രവും വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഞാനൊരു നല്ല ക്യാമറാമാനൊന്നുമല്ല, എങ്കിലും ഇത്തവണ യാത്ര തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇത്തവണത്തെ കാഴ്ച വളരെ നന്നാവട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് എനിക്കൊരു ക്യാമറ തന്ന് സഹായിച്ച, അല്ലെങ്കിൽ ക്യാമറ തന്നു വിട്ട എൻ്റെ സുഹൃത്ത് അർജുൻ ബാബുവിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ നല്ലൊരു ക്യാമറാമാൻ അല്ലെന്ന്. അപ്പോൾ എങ്കിൽ പോലും ഇത്തവണത്തെ കാഴ്ചകൾ എങ്ങനെയായിരിക്കണം, ഇത്തവണത്തെ വിഷ്വൽസ് എങ്ങനെയായിരിക്കണം ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് വേണ്ട രീതിയിൽ പറഞ്ഞു തന്ന ക്യാമറാമാൻ ഹരീഷ് ആർ കൃഷ്ണയോടും എൻ്റെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അതുകൂടാതെ ഇത്തരം യാത്രകൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാനും ഞാനീ പകർത്തിയ കാഴ്ചകൾ, കഷ്ടപ്പെട്ട് ഞാൻ പകർത്തിയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ച ദൃശ്യ എൻ്റർടൈൻമെൻറ്റിലെ മനോഹരനും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് സുഖകരമായി തിരിച്ചെത്തുന്ന ആളുകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഇവരിവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം 10 ദിവസത്തിന് ശേഷം ഒരു വാർത്തയുണ്ടായി. 20 പേർ ഈ വഴിയിൽ നിന്ന് താഴോട്ടൊരു ബസ് മറിഞ്ഞ് മരിക്കുകയുണ്ടായി. 20 പേരെ ആ ബസ്സിലുണ്ടായിരുന്നുള്ളൂ, അവരെല്ലാവരും മരിച്ചുപോയി. അത്രയ്ക്ക് സാഹസികമാണ്, അത്രയ്ക്ക് റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ഹിമാലയ പർവ്വം നമ്മുടെ അവസാനിപ്പിക്കുവാൻ സമയമായി. അപ്പം ഹരി കല്ലമ്പള്ളി ഇപ്പോൾ ഒരു നന്ദിയൊക്കെ പ്രകാശിപ്പിച്ചു. തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരാണ്, കടപ്പാടുള്ളവരാണ് അവരോട്. കാരണം ഈ യാത്രകൾ ഇത്ര റിസ്കിൽ യാത്ര ചെയ്യുമ്പോൾ സ്വന്തമായി ഷൂട്ട് ചെയ്യാൻ കൂടി കാണിക്കുന്ന ആ മനസ്സ്, അല്ലെങ്കിൽ അത് കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ അവർ കാണിക്കുന്ന ആ ഒരു ത്യാഗം വലുത് തന്നെയാണ്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മുടെ ഈ കാഴ്ച സമ്മാനിക്കുക, അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തക്ക രീതിയിലുള്ള പ്രാപ്തമായ രീതിയിലുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവരോട് നമുക്ക് നന്ദി പറയാം. വീണ്ടും ഇവർ യാത്ര ചെയ്യട്ടെ, ഇവരുടെ യാത്ര തുടരട്ടെ. വന്യമായ ഹിമാലയ കാഴ്ചകൾ, വശ്യമായ ഹിമാലയ കാഴ്ചകൾ, സാഹസികമായ ഹിമാലയ കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാം അടുത്ത വർഷം. നന്ദി, നമസ്കാരം.